ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 7 CBSE ഹിന്ദി ചാപ്റ്റർ 70 വീർ കുംവർ സിംഗ്. കുംവർ സിംഗ് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത്, അതായത് 1857 കാലഘട്ടത്തിൽ നമ്മുടെ നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം വളരെ വൃദ്ധനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. വൃദ്ധനായിരുന്നിട്ട് കൂടിയും നല്ല വീറോടുകൂടിയും വശയോടുകൂടിയും ഇംഗ്ലീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഭിമാനത്തോടെ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു ശ്രീ കുംവർ സിംഗ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. आपने सुभद्रा कुमारी चौहान की कविता झांसी की रानी छठी कक्षा में पढ़ी होगी. അതായത് സുഭദ്ര കുമാരി ചൗഹാൻ രചിച്ച झांसी की रानी എന്ന കവിത നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു. इस कविता में ठाकुर कुंवर सिंह का नाम भी आया है. ഈ കവിതയിൽ ठाकुर कुंवर सिंहिന്റെ പേരും വന്നിട്ടുണ്ടായിരുന്നു. आपको कविता की पंक्तियां याद आ रही होगी. एक बार फिर से इन पंक्तियों को പഠിയും. അപ്പം നിങ്ങൾ ഈ കവിത ഒന്ന് ഓർക്കുന്നുണ്ടാവും. നമുക്കൊന്നുകൂടെ ആ കവിതയിൽ ശ്രീ കുംവർ സിംഗിൻ്റെ പേര് വന്ന ആ ഭാഗം ഒന്ന് നോക്കാം. इस स्वतंत्रता महायज्ञ में कई वीरवर आए काम. नाना धुंधु पंथ तांतिया चतुर अजी मुल्ला सरनाम अहमद शाह मौलवी ठाकुर कुंवर सिंह सैनिक अभिराम भारत के इतिहास गगन में अमर रहेंगे जिनके नाम. यहाँ स्वतंत्रता संग्राम के उसी वीर कुंवर सिंह के बारे में जानकारी दी जा रही है. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ശ്രീ കുംവർ സിംഗിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. सन 1857 के व्यापक सशस्त्र विद्रोह ने भारत में ब्रिटिश शासन की जड़ों को हिला दिया. അതായത് സശസ്ത്ര വിദ്രോഹം എന്ന് വെച്ചാൽ ആംഡ് റെബല്യൻ, ആയുധമേന്തിയ കലാപം. ബ്രിട്ടീഷ് ശാസനം എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ ഭരണം. ജഡോങ്കോ ഹിലാദിയ എന്ന് വെച്ചാൽ വേരോടെ കുലുക്കുക. അപ്പോൾ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആ സമരം ഒരു ആംഡ് റെബല്യൻ ആയിരുന്നു. അത് ബ്രിട്ടീഷ് ഭരണത്തെ വേരോടെ കുലുക്കിക്കളഞ്ഞു, അതായത് അവരെ ആകെ ഒലച്ചു കളഞ്ഞു. भारत में ब्रिटिश शासन ने जिस दमन नीति को आरंभ किया उसके विरुद्ध विद्रोह शुरू हो गया था. അതായത് ഈ ആംഡ് റെബല്യൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ ദമൻ നീതി എന്ന് വെച്ചാൽ സപ്രഷൻ പോളിസി. അവർ നമ്മൾ ഇന്ത്യക്കാരെ സപ്രസ് ചെയ്ത് അടിച്ചമർത്തിക്കൊണ്ടുള്ള ഭരണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താണ്? അവർക്കെതിരെയായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് തുടങ്ങി. അതാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവസാനിച്ചത്. मार्च 1857 में बैरकपुर में अंग्रेज़ों के विरुद्ध बगावत करने पर मंगल पांडे को 8 अप्रैल 1857 को फांसी दे दी गई. അതായത് ഈ മാർച്ച് 1857 മാർച്ചിൽ ബാരക്പൂരിൽ അംഗ്രേസുകൾക്കെതിരെ ബഗാവത്ത് എന്ന് വെച്ചാൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ശ്രീ മംഗൾ പാണ്ഡെ ഏപ്രിൽ 8 1857 ഏപ്രിൽ 8 തൂക്കിക്കൊന്നു. 10 मई 1857 को मेरठ में भारतीय सैनिकों ने ब्रिटिश अधिकारियों के विरुद्ध आंदोलन किया और सीधे दिल्ली की ओर कूच कर गए. അപ്പം അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? മെയ് 10 1857 മീററ്റിലെ ഭാരതീയരായ സൈനികർ ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ പ്രൊട്ടസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ദില്ലിയിലേക്ക് മാർച്ച് ചെയ്തു. दिल्ली में तैनात सैनिकों के साथ मिलकर 11 मई को उन्होंने दिल्ली पर कब्जा कर लिया और अंतिम मुगल शासक बहादुर शाह जफर को भारत का शासक घोषित कर दिया. തൈനാത്ത് സൈനികം എന്ന് വെച്ചാൽ പോസ്റ്റഡ്, അവിടെ പോസ്റ്റഡ് ആയിട്ടുള്ള ഭടന്മാർ. അപ്പോൾ ദില്ലിയിൽ പോസ്റ്റഡ് ആയിട്ടുള്ള സൈനികരെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് 11 മെയ് 11 ദില്ലി പിടിച്ചടക്കി. കബ്ജ കർണ എന്ന് വെച്ചാൽ പിടിച്ചെടുക്കുക. ദില്ലി പിടിച്ചടക്കിയ ശേഷം ഏറ്റവും അവസാനത്തെ മുഗൾ രാജാവായ ബഹാദൂർ ഷാ സഫറിനെ ഭാരതത്തിൻ്റെ അധികാരിയായിട്ട് പ്രഖ്യാപിച്ചു.
यह विद्रोह जंगल की आग की भांति दूर दूर तक फैल गया. അതായത് ഈ ഒരു വിദ്രോഹം, ഈ ഒരു പ്രൊട്ടസ്റ്റ് ജംഗൽ കി ആഗ് കി ഭാന്തി, അതായത് കാട്ടില് തീ പോലെ ദൂർ ദൂർ തക് ഫൈൽ ഗയ, വളരെ ദൂരെ പടർന്നു പിടിച്ചു. അപ്പൊ ഈ വിവരം എല്ലാവരും അറിഞ്ഞു. കई महीनों तक उत्तरी और मध्य भारत के विस्तृत भूभाग पर വിദ്രോഹിയോ കാ കബ്ജ രഹ. അങ്ങനെ കുറച്ച് മാസത്തേക്ക് ഉത്തര ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും ഉള്ള വളരെ വിശാലമായ ഭൂഭാഗത്ത് എന്താണ് ഈ പ്രൊട്ടസ്റ്റേഴ്സ് പലരും സ്ഥലങ്ങൾ പിടിച്ചടക്കിക്കൊണ്ടിരുന്നു. दिल्ली के अतिरिक्त जहां अत्यधिक भीषण युद्ध हुआ वे केंद्र थे कानपुर, लखनऊ, बरेली, बुंदेलखंड और आरा. അതായത് ദില്ലിയെ കൂടാതെ ഭീകരമായ യുദ്ധം നടന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? കാൺപൂർ, ലക്നൗ, ബറേലി, ബുന്ദേൽഖണ്ഡ്, ആര എന്നീ സ്ഥലങ്ങളാണ്. इसके साथ ही देश के अन्य कई भागों में भी स्थानीय विद्रोह हुए. ഇതിന്റെ കൂടെ തന്നെ ദേശത്തിന്റെ പല ഭാഗത്തും ഓരോ സ്ഥലത്തായിട്ട് ഒറ്റപ്പെട്ടുള്ള പ്രൊട്ടസ്റ്റുകളും നടന്നു. विद्रोह के मुख्य नेताओं में नाना साहेब तांतिया टोपी, बख्त खान, अजीमुल्ला खान, रानी लक्ष्मीबाई, बेगम हजरत महल, कुंवर सिंह, मौलवी अहमदुल्ला, बहादुर खान और राव तुलाराम थे. അപ്പം ഈ ആളുകളെല്ലാം എന്താണ്? ഈ പ്രൊട്ടസ്റ്റുകളുടെ മുഖ്യ നേതാക്കളായിരുന്നു. 1857 का आंदोलन स्वतंत्रता प्राप्ति की दिशा में एक दृढ़ कदम था. അപ്പം 1857 ആംഡ് റിബല്യൻ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു. आगे चलकर जिस राष्ट्रीय एकता और आंदोलन की नींव पड़ी उसकी आधार भूमि को निर्मित करने का काम 1857 के आंदोलन ने किया. 1857 ഹിന്ദിയിൽ പറയുന്നത് 1857 ഒന്ന് പറയാൻ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ 1857 ആംഡ് റിബല്യൻ ഭാരതീയരുടെ ഇടയിൽ രാഷ്ട്രീയ ഏകത, അതായത് നാഷണൽ യൂണിറ്റി ഉണ്ടാക്കാനുള്ള മെയിൻ ഫൗണ്ടേഷൻ ആയിരുന്നു. ന്യൂ പട്ന എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഇടുക. അപ്പോൾ ആളുകളുടെ ഇടയിൽ നാഷണൽ യൂണിറ്റി ഉണ്ടാകാനുള്ള ഫൗണ്ടേഷൻ ഇട്ടത് 1857 ആംഡ് റിബല്യൻ ആയിരുന്നു. भारत में सांप्रदायिक सद्भाव को बढ़ाने की दिशा में भी इस आंदोलन का विशेष महत्व है. സാമ്പ്രദായിക് സദ്ഭാവ് എന്ന് വെച്ചാൽ കമ്മ്യൂണൽ ഹാർമണി, അതായത് സാമുദായിക ഐക്യം. ഭാരതത്തിൽ സാമുദായിക ഐക്യം വളരാനുള്ള ഒരു പങ്കും കൂടെ ഈ 1857 ആംഡ് റെബല്യൻ ഉണ്ട്. അതിൻ്റെതായ ഒരു വിശേഷ മഹത്വം അതിന് കൊടുക്കുന്നുണ്ട്. 1857 के आंदोलन में वीर कुंवर सिंह का नाम कई दृष्टियों से उल्लेखनीय है. कुंवर सिंह जैसे वयोवृद्ध व्यक्ति ने ब्रिटिश शासन के खिलाफ बहादुरी के साथ युद्ध किया. അപ്പോൾ 1857 ആംഡ് റിബല്യനിൽ കുംവർ സിംഗിൻ്റെ പേര് വളരെ നോട്ടബിളാണ്. ഉല്ലേഖനീയ എന്ന് വെച്ചാൽ നോട്ടഡ് ആണ്. അപ്പം കുംവർ സിംഗ് എന്ന് പറയുന്ന ഒരു വളരെ വൃദ്ധനായൊരു വ്യക്തിയായിരുന്നു. പുള്ളി ഈ ബ്രിട്ടീഷുകാർക്കെതിരെ വളരെ ബഹാദൂരിയോടുകൂടി, വളരെ ധൈര്യത്തോടുകൂടി യുദ്ധം ചെയ്തു. वीर कुंवर सिंह के बचपन के बारे में बहुत अधिक जानकारी नहीं मिलती. കുംവർ സിംഗിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിവുകൾ ഇല്ല. कहा जाता है कि कुंवर सिंह का जन्म बिहार के शाहाबाद जिले के जगदीशपुर में सन 1782 में हुआ था. അതായത് കുംവർ സിംഗ് ജനിച്ചത് ബീഹാറിലെ ഷഹാബാദ് ജില്ലയിലെ ജഗദീഷ്പൂരിലാണ്. 1782 ജനിച്ചതായിട്ട് പറയപ്പെടുന്നത്. 1782 ഹിന്ദിയിൽ പറയുന്നത് 1782. അപ്പോൾ കുംവർ സിംഗിൻ്റെ അച്ഛൻ്റെ പേര് സാഹബ്ജാദ സിംഗ് എന്നും അമ്മയുടെ പേര് പഞ്ചരത്തൻ കുംവർ എന്നുമായിരുന്നു. उनके पिता साहबजादा सिंह जगदीशपुर रियासत के जमींदार थे, परंतु उनको अपनी जमींदारी हासिल करने में बहुत संघर्ष करना पड़ा. അപ്പോൾ കുംവർ സിംഗിൻ്റെ അച്ഛൻ സാഹബ്ജാദ സിംഗ് ജഗദീഷ്പൂർ ദേശത്തിലെ ഒരു ജമീന്ദാറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് തൻ്റെ ജമീന്ദാറി ഹാസിൽ കർണ എന്ന് വെച്ചാൽ തൻ്റെ ജമീന്ദാറി അച്ചീവ് ചെയ്യാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിരുന്നു. पारिवारिक उलझनों के कारण कुंवर सिंह के पिता बचपन में उनकी ठीक से देखभाल नहीं कर सके.
അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പാരിവാരിക് ഉത്സൻ വീട്ടിലുള്ള ചില കോംപ്ലിക്കേഷൻസും ഒക്കെ മൂലം ഈ കുംവർ സിംഗിൻ്റെ അച്ഛന് കുംവർ സിംഗിൻ്റെ നല്ല രീതിയിൽ കൊച്ചുനാളി നോക്കാൻ സാധിച്ചില്ല. जगदीशपुर लौटने के बाद ही वे कुंवर सिंह की पढ़ाई लिखाई की ठीक से व्यवस्था कर पाए. ജഗദീഷ്പൂരിൽ തിരിച്ചെത്തിയ ശേഷമാണ് കുംവർ സിംഗിൻ്റെ അച്ഛന് അദ്ദേഹത്തിൻ്റെ പടായി ലിഖായി എഴുത്തും വായനയെല്ലാം, പടായി എന്ന് വെച്ചാൽ പഠിക്കുക, ലിഖായി എന്ന് വെച്ചാൽ എഴുതുക, അപ്പോൾ എഴുത്തും വായനയെല്ലാം ശരിയാക്കാനുള്ളൊരവസരം അപ്പോഴാണ് കിട്ടിയത്. कुंवर सिंह के पिता वीर होने के साथ साथ स्वाभिमानी एवं उदार स्वभाव के व्यक्ति थे. അപ്പോൾ കുംവർ സിംഗിൻ്റെ അച്ഛൻ വളരെ വീരനും സ്വാഭിമാനിയായ ഉള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൂടാതെ തന്നെ ഉദാര സ്വഭാവം, അതായത് ബാക്കിയുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള മനസ്സുള്ളൊരു വ്യക്തിയും ആയിരുന്നു. ഉനके വ്യക്തിത്വ का प्रभाव कुंवर सिंह पर भी पड़ा. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം കുംവർ സിംഗിലും ഉണ്ടായിരുന്നു. कुंवर सिंह की शिक्षा दीक्षा की व्यवस्था उनके पिता ने घर पर ही की. वही उन्होंने हिंदी, संस्कृत और फारसी सीखी. അപ്പോൾ കുംവർ സിംഗിൻ്റെ പഠനമെല്ലാം വീട്ടിൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അദ്ദേഹം വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഹിന്ദിയും സംസ്കൃതവും ഫാർസിയും എല്ലാം പഠിച്ചു. परंतु पढ़ने लिखने से अधिक उनका मन घुड़सवारी, तलवारबाजी और कुश्ती लड़ने में लगता था. പക്ഷേ പഠിക്കുന്നതിനെക്കാട്ടി ഉപരി കുംവർ സിംഗിൻ്റെ ടേസ്റ്റുകൾ, അതായത് ഇഷ്ടങ്ങൾ ഏതിലൊക്കെയായിരുന്നു? കുഡ്സവാരി എന്ന് വെച്ചാൽ ഹോഴ്സ് റൈഡിങ്, തൽവാർബാജി എന്ന് വെച്ചാൽ ഫെൻസിങ്ങിൻ്റെ പടമാണ് തന്നിരിക്കുന്നത്. കുസ്തി ലഡ്ന എന്ന് വെച്ചാൽ റെസ്ലിംഗ്, ഗുസ്തി മത്സരം. അപ്പം കുംവർ സിംഗിന് ഇഷ്ടമുള്ള വിനോദങ്ങൾ ഏതൊക്കെയായിരുന്നു? കുഡ്സവാരി, തൽവാർബാജി और कुश्ती लड़ना. बाबू कुंवर सिंह ने अपने पिता की मृत्यु के बाद सन 1827 में अपनी रियासत की जिम्मेदारी संभाली. അപ്പം ബാബു കുംവർ സിംഗ് തൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ 1827 തൻ്റെ ദേശത്തിലെ ജമീന്ദാർ എന്നുള്ള ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. उन दिनों ब्रिटिश हुकूमत का अत्याचार चरम सीमा पर था. ചരം സീമ എന്ന് വെച്ചാൽ ക്ലൈമാക്സ്, അതിൻ്റെ പരമാവധി. ആ സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണം അതിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുകയായിരുന്നു. അതായത് നല്ല ഭരണമൊന്നും അല്ലായിരുന്നു, ആളുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭരണമൊന്നും അല്ലായിരുന്നു ബ്രിട്ടീഷുകാർ കാഴ്ചവെച്ചിരുന്നത്. इससे लोगों में ब्रिटिश हुकूमत के खिलाफ भयंकर असंतोष उत्पन्न हो रहा था. അപ്പം ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരായിട്ട് ആളുകളുടെ ഇടയിൽ ഭയങ്കരമായ അസന്തുഷ്ടി ഉണ്ടായി. കൃഷി, ഉദ്योग और व्यापार का तो बहुत ही बुरा हाल था. കൃഷിയുടെയും ഉദ്യോഗത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും എല്ലാ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കാര്യം നമ്മുടെ രാജ്യം നമ്മളാണ് ഭരിക്കേണ്ടത്. അതിപ്പം ബ്രിട്ടീഷുകാരെല്ലാം ഏറ്റെടുത്ത് അവരങ്ങ് ഭരിച്ച് അവർ നമ്മളെ പരമാവധി അങ്ങ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് എങ്ങനെ വന്നാലും നമ്മുടെ രാജ്യം മറ്റൊരാളെ ഭരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകും. കാര്യം അവർക്കൊരിക്കലും ഇന്ത്യക്കാരുടെ ക്ഷേമമല്ല ബ്രിട്ടീഷുകാർ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കൃഷിയും വ്യാപാരവും എല്ലാം നശിക്കാൻ തുടങ്ങി. രജവാഡോ കെ രാജദർബാർ ബി സമാപ്ത് ഹോ ഗയി. രജവാഡോ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഏജന്റ്. അപ്പോൾ രാജദർബാറിലുള്ള രജവാഡോകളൊക്കെ ഇല്ലാതായി, ആ ഒരു പോസ്റ്റൊക്കെ ഇല്ലാതായി. भारतीयों को अपने ही देश में महत्वपूर्ण और ऊंची नौकरियों से वंचित कर दिया गया था. അപ്പോൾ ഭാരതീയർക്ക് തൻ്റെ സ്വന്തം ദേശത്ത് തന്നെ വലിയ ഉയർന്ന രീതിയിലുള്ള ജോലികളൊന്നും ബ്രിട്ടീഷുകാർ കൊടുക്കാതെ വഞ്ചിച്ചു കളഞ്ഞു. इससे ब्रिटिश सत्ता के विरुद्ध ദേശവ്യാപി സംഘർഷ की സ്ഥിതി ബൻ ഗയി. അപ്പോൾ ഇതെല്ലാം മൂലം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഒരു ദേശവ്യാപകമായിട്ടുള്ളൊരു സംഘർഷം ഉടലെടുത്തു. ऐसी स्थिति में कुंवर सिंह ने ब्रिटिश हुकूमत से लोहा लेने का संकल्प लिया. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കുംവർ സിംഗ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ലോഹാലേന എന്ന് വെച്ചാൽ വാർ എടുക്കുക, അതായത് യുദ്ധം ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു. जगदीशपुर के जंगलों में बसुरिया बाबा नाम के एक सिंध संत रहते थे. ഇപ്പോൾ ജഗദീഷ്പൂരിലെ കാടുകളിൽ ബസുരിയ ബാബ എന്ന പേരുള്ള ഒരു സിദ്ധനുണ്ടായിരുന്നു. उन्होंने ही कुंवर सिंह में देशभक्ति एवं स्वाधीनता की भावना उत्पन्न की थी. അദ്ദേഹമാണ് കുംവർ സിംഗിൻ്റെ ഉള്ളിൽ ദേശഭക്തിയും സ്വാധീനത എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസും ഇതിൻ്റെയൊക്കെ ഒരു വിത്ത് വിതച്ചത്.
उन्होंने बनारस, मथुरा, कानपुर, लखनऊ आदि स्थानों पर जाकर विद्रोह की सक्रिय योजना बनाई. ഇപ്പോൾ കുംഭസിംഗ് ബനാറസിലും മധുരയിലും കാൺപൂരിലും ലക്നൌവിലും അങ്ങനെ പല സ്ഥലത്തും ചെന്ന് ഈ ഒരു പ്രൊട്ടസ്റ്റിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. അപ്പോൾ അതിനുള്ള മീറ്റിങ്ങും എല്ലാം കൂടി പല സ്ഥലത്ത് ചെന്ന് പല ആളുകളെ കണ്ടുമുട്ടി അവരെല്ലാവരോട് ഓരോ കാര്യങ്ങളെല്ലാം ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ. വേ 1845 से 1846 तक काफ़ी सक्रिय रहे और गुप्त ढंग से ब्रिटिश हुकूमत के खिलाफ विद्रोह की योजना बनाते रहे. അപ്പോൾ ഈ 1845ലും 1846 വരെയൊക്കെയുള്ള സമയത്ത് പുള്ളി ഫുള്ളി ആക്റ്റീവായിരുന്നു. എന്നിട്ട് ഒളിച്ചു നിന്നുകൊണ്ട് തന്നെ, അതായത് മറഞ്ഞിരുന്നുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള മീറ്റിങ്ങുകളും പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കി. उन्होंने बिहार के प्रसिद्ध सोनपुर मेले को अपनी गुप्त बैठकों की योजना के लिए चुना. ബീഹാറിലെ പ്രസിദ്ധമായ ഒരു മേളയാണ് സോൺപൂർ മേള. അപ്പം ഈ സോൺപൂർ മേള ശ്രീ കുൻവർ സിംഗ് തൻ്റെ ഗുപ്ത് ബൈഠകം എന്ന് വെച്ചാൽ ഒളിച്ചുള്ള മീറ്റിങ്ങിന് തിരഞ്ഞെടുത്തു. അവിടെ വെച്ച് ഈ മുന്നോട്ടുള്ള പ്രൊട്ടസ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. सोनपुर के मेले को एशिया का सबसे बड़ा पशु मेला माना जाता है. പശു മേള എന്ന് വെച്ചാൽ കാറ്റൽ ഫെയർ. അപ്പോൾ സോൺപൂരിലെ മേള ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റൽ ഫെയർ ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഈ മേള കാർത്തിക് പൂർണിമ കെ അവസർ പർ ലഗ്താ ഹെ. കാർത്തിക പൂർണിമയുടെ അവസരത്തിലാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. യഹ് ഹാത്തിയോ കെ ക്രയ വിക്രയ കെ ലിയേ ഭി വിഖ്യാത് ഹെ. ഇവിടെ എലിഫൻറ്റിൻ്റെ ക്രയവിക്രയങ്ങൾ, അതായത് എലിഫൻറ്റിനെ വിൽക്കാനും വാങ്ങാനും ഉള്ള ഒരു വേദിയും കൂടെയാണ് ഈ സോണാപൂർ മേള. ഇസി ऐतिहासिक मेले में उन दिनों स्वाधीनता के लिए लोग एकत्र होकर क्रांति के बारे में योजना बनाते थे. ഈ ഐതിഹാസികമായ ഈ മേളയിൽ ആ സമയത്ത് ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി നിന്ന് ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ചെയ്യുമായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പാട്ടിൽ പറയാൻ പോകുന്നത് ആര എന്ന സ്ഥലത്ത്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് ബീഹാറിൽ ആര എന്ന സ്ഥലത്ത് കുംവർ സിംഗിൻ്റെ നേതൃത്വത്തിൽ ജയിൽ തകർത്ത് ഇന്ത്യൻ പ്രിസണേഴ്സിനെ മോചിപ്പിച്ചതിനെ കുറിച്ചാണ്. അപ്പോൾ 25 जुलाई 1857 को दानापुर की सैनिक टुकड़ी ने विद्रोह कर दिया और सैनिक सोन नदी पार कर आरा की ओर चल पड़े. അപ്പോൾ ദാനാപൂരിലെ ഇന്ത്യൻ സൈനിക ട്രൂപ്പ് പ്രൊട്ടസ്റ്റ് ചെയ്ത ശേഷം എന്ത് സംഭവിച്ചു? അവർ സോൻ നദി ക്രോസ് ചെയ്ത് ആരായിലേക്ക് പുറപ്പെട്ടു. കുംവർ സിംഗ് സെ ഉൻകാ സമ്പർക്ക് പഹലെ സെ ഹി താ. അപ്പോൾ കുംവർ സിംഗിനോട് ഈ സൈനിക ട്രൂപ്പ് നേരത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. इस मुक्तिवाहिनी के सभी भागी सैनिकों ने कुंवर सिंह का जयघोष करते हुए आरा पहुंचकर जेल की सलाखें तोड़ दी और कैदियों को आजाद कर दिया. മുക്തിവാഹിനി എന്ന് വെച്ചാൽ ലിബറേറ്റർ, ഭാഗി സൈനികം എന്ന് വെച്ചാൽ റിബൽ സോൾജേഴ്സ്. അപ്പം ഈ റിബൽ സോൾജേഴ്സ് എല്ലാം എന്താണ്, കുംവർ സിംഗിൻ്റെ ജയിൽ വിളിച്ചുകൊണ്ട് ഈ ആരായിലെത്തിയിട്ട് അവിടുത്തെ ജയിൽ പൊളിച്ചിട്ട് അവിടുത്തെ പ്രിസണേഴ്സിനെ എല്ലാം ഫ്രീ ആക്കി വിട്ടു. ആസാദ് കർണ എന്ന് വെച്ചാൽ ഫ്രീ ആക്കി വിടുക. 27 जुलाई 1857 को कुंवर सिंह ने आरा पर विजय प्राप्त की. അപ്പം 27 ജൂലൈ 1857 കുംവർ സിംഗ് ആരായിൽ വിജയിച്ചു. സിപ്പാഹിയോനെ ഉന്നെ ഫൗജി സലാമി ദി. ഫൗജി സലാമി എന്ന് വെച്ചാൽ മിലിറ്ററി സല്യൂട്ട്. അപ്പോൾ സോൾജേഴ്സ് കുംവർ സിംഗിന് മിലിറ്ററി സല്യൂട്ട് കൊടുത്തു. യദ്യപി कुंवर सिंह बूढ़े हो चले थे, परंतु वह बूढ़ा शूरवीर इस अवस्था में भी युद्ध के लिए तत्पर हो गया और आरा क्रांति का महत्वपूर्ण केंद्र बन गया. അപ്പോൾ കുംവർ സിംഗ് ഒരുപാട് പ്രായമായി വരുന്നാലും വളരെ വീരശൂര പരാക്രമിയായിരുന്നു. ഈ അവസ്ഥയിലും പുള്ളി യുദ്ധം ചെയ്യാൻ വളരെ താല്പര്യപ്പെട്ടിരുന്നു. എന്നിട്ട് ആര എന്ന് പറയുന്ന സ്ഥലം ഈ ക്രാന്തിയുടെ ഒരു മഹത്വപൂർണമായ ഒരു കേന്ദ്രമായി മാറി. दानापुर और आरा का इस लड़ाई की ज्वाला बिहार में सर्वत्र व्याप्त होगी. അങ്ങനെ ദാനാപൂരിലെയും ആരയിലെയും ഈ പ്രക്ഷോഭത്തിൻ്റെ ജ്വാല ബീഹാറിലെല്ലാം വ്യാപിച്ചു. लेकिन देशी सैनिकों में अनुशासन की कमी, स्थानीय जमींदारों का अंग्रेजों के साथ सहयोग करना एवं आधुनिकतम शास्त्रों की कमी के कारण जगदीशपुर का पतन रोका न जा सका. അപ്പോൾ ആരായാലും ദാനാപൂരിലും എല്ലാം വിജയം കണ്ടെങ്കിലും ചില പോരായ്മകളുണ്ടായിരുന്നു.
लेकिन देशी सैनिकों में अनुशासन की कमी, स्थानीय जमींदारों का अंग्रेजों के साथ सहयोग करना एवं आधुनिकतम शास्त्रों की कमी के कारण जगदीशपुर का पतन रोका न जा सका. അപ്പോൾ ഇത്രയൊക്കെയാണെങ്കിലും ചില പോരായ്മകളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? നമ്മുടെ തന്നെ സൈനികരെ ഡിസിപ്ലിൻഡ് ആക്കി വെക്കാനുള്ള ഒരു സ്ട്രക്ചർ നമുക്കില്ലായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ തന്നെ ജമീന്ദാർമാർ ഇംഗ്ലീഷുകാരുമായിട്ട് കൂട്ടുകൂടി അവരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ അതുകൂടാതെ മോഡേൺ സയൻസ്, അതായത് മോഡേൺ ആയിട്ടുള്ള സയൻസ്, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്ത്യക്കാർക്ക് വലിയ അറിവില്ലാതെ പോയി. അപ്പോൾ ഇതെല്ലാം കാരണം എന്താണ്? ജഗദീഷ്പൂരിൽ പിന്നീട് അങ്ങോട്ട് കുംവർ സിംഗിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. 13 अगस्त को जगदीशपुर में कुंवर सिंह की सेना अंग्रेजों से परास्त होगी. അതായത് ഓഗസ്റ്റ് 13 ജഗദീഷ്പൂരിൽ കുംവർ സിംഗിൻ്റെ സേന ഇംഗ്ലീഷുകാരോട് പരാജയപ്പെടേണ്ടി വന്നു. किंतु इससे वीरवर कुंवर सिंह का आत्मबल टूटा नहीं और वे भावी संग्राम की योजना बनाने में तत्पर हो गए. ഇത്രയൊക്കെ ആയിട്ടും കുംവർ സിംഗിൻ്റെ ആത്മബലം നശിച്ചില്ല. പുള്ളി ഭാവിയിൽ ചെയ്യേണ്ടുള്ള കാര്യങ്ങളെല്ലാം പ്ലാനിങ് തയ്യാറാക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. वे क्रांति के अन्य संचालक नेताओं से मिलकर इस आज़ादी की लड़ाई को आगे बढ़ाना चाहते थे. അപ്പോൾ എന്താണ്, ബാക്കിയുള്ള നേതാക്കളുമാരുമായിട്ടൊക്കെ കൂടിയിട്ട് ഈ ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള യുദ്ധം മുന്നോട്ട് പോകാൻ തന്നെയാണ് പുള്ളി തീരുമാനിച്ചത്. कुंवर सिंह सासाराम से मिर्जापुर होते हुए रीवा, कालपी, कानपुर एवं लखनऊ तक गए. അപ്പോൾ ഇതെല്ലാം കുംവർ സിംഗ് സഞ്ചരിച്ച സ്ഥലങ്ങളാണ്. പല സ്ഥലങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലെ തന്നെ പല സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം സഞ്ചരിച്ചു. ലക്നൗ में शांति नहीं थी, इसलिए बाबू कुंवर सिंह ने आज मगध की ओर प्रस्थान किया. അപ്പോൾ ലക്നൗവിലെ സ്ഥിതിയൊക്കെ മോശമായിരുന്നു. പിന്നെ പുള്ളി ആജ് മഗഡ് എന്ന സ്ഥലത്തേക്ക് യാത്രയായി. ഉൻഹോനെ ആസാദി की इस आग को बराबर जलाए रखा. അപ്പോൾ എവിടെ പോകുന്നിടത്തെല്ലാം ഈ ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു, നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്നുള്ള ആ ഒരു തീജ്വാല എല്ലാവരിലും ഉണർത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു. ഉनकी वीरता की कीर्ति पूरे उत्तर भारत में फैल गई. പുള്ളിയുടെ വീരതയെക്കുറിച്ച് എന്താണ്, ഉത്തരഭാരതത്തിലെല്ലാം സ്പ്രെഡായി. കുംവർ സിംഗ് की इस विजय यात्रा में अंग्रेजों के होश उठ गए. അപ്പോൾ കുംവർ സിംഗ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും സ്വാതന്ത്ര്യത്തിൻ്റെ തീപ്പൊരി വിതറിക്കൊണ്ട് പോയത് അംഗ്രേസികളെ വല്ലാതെ ടെൻഷനിലാക്കി. കई स्थानों के सैनिक एवं राजा കുംവർ സിംഗ് की अधीनता में लड़े. അപ്പോൾ പല സ്ഥലത്തെയും സൈനികരും രാജാക്കന്മാരും എല്ലാം കുംവർ സിംഗിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തു. उनकी यह आज़ादी की यात्रा आगे बढ़ती रही. लोग शामिल होते गए और उनकी अगुवाई में लड़ते रहे. അപ്പം ഈ പുള്ളിയുടെ ഈ ഒരു യാത്ര നല്ല വിജയിച്ചു മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള ആ ഒരു സന്ദേശം അറിയിച്ചുകൊണ്ടുള്ള യാത്ര. അപ്പോൾ ആളുകളെല്ലാം പുള്ളിയുടെ കൂടെ നിന്നു. അഗുവായി എന്ന് വെച്ചാൽ ലീഡർഷിപ്പ്. അങ്ങനെ കുംവർ സിംഗിൻ്റെ നേതൃത്വത്തിൽ നാട്ടിലെ പല ഇതിലുള്ള ആളുകളും പല തട്ടിലുള്ള ആളുകളും കുംവർ സിംഗിൻ്റെ ലീഡർഷിപ്പിൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തു. इस प्रकार ग्वालियर जबलपुर के सैनिकों के सहयोग से सफल सैन्य रणनीति का प्रदर्शन करते हुए वे लखनऊ पहुंचे. അങ്ങനെ ഗ്വാളിയറിലെയും ജബൽപൂരിലെയും സൈനികരുടെ സഹായത്തോടെ അവർ ജയിച്ചതിൻ്റെ ആ ഒരു രണനീതി സ്ട്രാറ്റജിയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ സംഘം ലക്നൌവിൽ എത്തി. आज मगध की ओर जाने का उनका उद्देश्य था इलाहाबाद एवं बनारस पर आक्रमण कर शत्रुओं को पराजित करना और अंततः जगदीशपुर पर अधिकार करना. അപ്പോൾ ആജ്മഡിൽ പോകാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതുവഴി ഇലഹാബാദിലും ബനാറസിലും ആക്രമിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരായ ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ജഗദീഷ്പൂരിൽ പെട്ടെന്ന് അധികാരം പിടിച്ചെടുക്കാൻ പറ്റും. अंग्रेजों और कुंवर सिंह की सेना के बीच घमासान युद्ध हुआ. ഘമാസാൻ എന്ന് വെച്ചാൽ കടൂർ. അപ്പോൾ അംഗ്രേസികളും ഇംഗ്ലീഷുകാരും കുംവർ സിംഗിൻ്റെ സേനകളും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നു. उन्होंने 22 मार्च 1858 को आज मगध पर कब्जा कर दिया. അങ്ങനെ 22 മാർച്ച് 1858 ആജ് മഗഡിൽ അവർ ആജ് മഗഡ് എന്ന സ്ഥലം പിടിച്ചടക്കി. अंग्रेजों ने दोबारा आज मगध पर आक्रमण किया.
ഇംഗ്ലീഷുകാർ വീണ്ടും ആസ്മഗഡ് ആക്രമിച്ചു. കുംവർ സിംഗ് ने एक बार फिर आजमगढ़ में अंग्रेजों को हराया. അപ്പോൾ ഇംഗ്ലീഷുകാർ വീണ്ടും ആസ്മഗഡ് ആക്രമിച്ചപ്പോൾ കുംവർ സിംഗ് വീണ്ടും എന്ത് ചെയ്തു? ഈ ഇംഗ്ലീഷുകാരെ പരാജയപ്പെടുത്തി. इस प्रकार अंग्रेजी सेना को परास्त कर वीर कुंवर सिंह 23 अप्रैल 1858 को स्वाधीनता की विजय पताका फहराते हुए जगदीशपुर पहुंच गए. അങ്ങനെ ഇംഗ്ലീഷുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് 23 ഏപ്രിൽ 1858 ഇൻഡിപെൻഡൻസിൻ്റെ സ്വാതന്ത്ര്യ പതാക, അതായത് ഇൻഡിപെൻഡൻസിൻ്റെ വിജയ പതാക ഉയർത്തിക്കൊണ്ട് കുംവർ സിംഗിൻ്റെ സേന ജഗദീഷ്പൂരിൽ എത്തി. किंतु इस बूढ़े शेर को बहुत अधिक दिनों तक इस विजय का आनंद लेने का सौभाग्य न मिला. പക്ഷേ ഈ വൃദ്ധനായ സിംഹത്തിൻ്റെ അതേ വീര്യമുള്ള ഈ സ്വാതന്ത്ര്യ സമര സേനാനിക്ക് ഒരുപാട് കാലം ഈ വിജയത്തിൻ്റെ ആനന്ദം അനുഭവിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? इसी दिन विजय उत्सव मनाते हुए लोगों ने यूनियन जैक अंग्रेजों का झंडा उतारकर अपना झंडा फहराया. इसके 3 दिन बाद ही 26 अप्रैल 1858 को यह वीर इस संसार से विदा होकर अपनी अमर कहानी छोड़ गया. അപ്പോൾ ജഗദീഷ്പൂരിൽ 23 ഏപ്രിലിന് അവർ വന്നില്ലേ, കുംവർ സിംഗിൻ്റെ സേന വന്ന അന്ന് തന്നെ അവർ അവിടുത്തെ ഇംഗ്ലീഷുകാരുടെ ഫ്ലാഗ് താഴ്ത്തിയിട്ട്, അതായത് അവരുടെ ഫ്ലാഗിന് പറയുന്ന പേരാണ് യൂണിയൻ ജേക്ക്, അത് ഉരി മാറ്റിയ ശേഷം ഇന്ത്യക്കാരുടെ ഫ്ലാഗ് കെട്ടി. പക്ഷേ അതിനൊരു 3 ദിവസ ശേഷം കുംവർ സിംഗ് അന്തരിച്ചു. അപ്പം ഇത്രയും പ്രായമുള്ള ആൾ തൻ്റെ അവസാന ശ്വാസം വരെയും ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി പോരാടിയിട്ടാണ് അദ്ദേഹം അന്തരിച്ചത്. स्वाधीनता सेनानी वीर कुंवर सिंह യുദ്ധകലാ में पूरी तरह कुशल थे. അപ്പോൾ ഈ നമ്മുടെ വീർ കുൻവർ സിംഗ് തൻ്റെ യുദ്ധകലയിൽ വളരെ മിടുക്കനായിരുന്നു. ചാപ്പാമാർ യുദ്ധ करने में उन्हें महारत हासिल थी. ചാപ്പാമാർ യുദ്ധം എന്ന് വെച്ചാൽ ഗറില്ല വാർഫെയർ. അപ്പം ഒളിച്ചിരുന്നുള്ള യുദ്ധം, അപ്പോൾ ഒളിഞ്ചിരുന്നുള്ള യുദ്ധം ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ നിപുണനായിരുന്നു. कुंवर सिंह के रणकौशल को अंग्रेजी सेना नायक समझने में पूर्णतः असमर्थ थे. അപ്പം കുംവർ സിംഗിൻ്റെ യുദ്ധകൗശലത്തെക്കുറിച്ച് ഇംഗ്ലീഷ് സേനാ നായകനൊക്കെ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് മനസ്സിലാവത്തില്ല പുള്ളി ഏത് രീതിയിലൊക്കെ അറ്റാക്ക് ചെയ്ത് കളയുമെന്ന്. दुश्मन को उनके सामने से या तो भागना पड़ता था या कट मरना पड़ता था. ശത്രുക്കൾക്ക് ഒന്നുകിൽ കുംവർ സിംഗിന്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വരും, അതല്ലെങ്കിൽ പുള്ളിയുടെ വെട്ടുകൊണ്ട് മരിക്കേണ്ടി വരും. 1857 के स्वतंत्रता संग्राम में इन्होंने तलवार की जिस धार से अंग्रेजी सेना को मौत के काट उतारा, उसकी चमक आज भी भारतीय इतिहास के पृष्ठों पर अंकित है. അപ്പോൾ 1857 റിവോൾട്ടിൽ കുംവർ സിംഗ് ഒരുപാട് ഇംഗ്ലീഷ് സോൾജേഴ്സിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നിട്ടുണ്ട്. അപ്പം അത്രയും ആ വാളുകൊണ്ട് പുള്ളി നേടിയ ആ വിജയത്തിൻ്റെ തിളക്കം ഇപ്പോഴും നമ്മുടെ ഹിസ്റ്ററിയിൽ നല്ല തിളങ്ങി, ഹിസ്റ്ററിയുടെ ലിപികൾ തങ്ക ലിപികളാൽ തിളങ്ങി നിൽക്കുകയാണ്. उनकी बहादुरी के बारे में अनेक किस्से प्रचलित है. किस्से എന്ന് വെച്ചാൽ സ്റ്റോറീസ്. അപ്പോൾ പുള്ളിയുടെ വീരകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് സ്റ്റോറീസ് പലയിടത്തുനിന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്, പ്രചരിച്ചിട്ടുണ്ട്. कहा जाता है एक बार वीर कुंवर सिंह को अपनी सेना के साथ गंगा पार करनी थी. ഒരു വട്ടം കുംവർ സിംഗിന് തൻ്റെ സേനയുടെ കൂടെ ഗംഗ ക്രോസ് ചെയ്ത് പോകണമായിരുന്നു. अंग्रेजी सेना निरंतर उनका पीछा कर रही थी, पर कुंवर सिंह भी कम चतुर नहीं थे. അപ്പോൾ ഈ ഇംഗ്ലീഷ് സോൾജേഴ്സ് എപ്പോഴും ഈ കുംവർ സിംഗിനെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ കുംവർ സിംഗും വളരെ മിടുക്കനാണ്, പുള്ളിയും ഇംഗ്ലീഷുകാരെക്കാട്ടിലും വളരെ ബുദ്ധിമാനാണ്. उन्होंने अफवाह फैला दी कि वे अपनी सेना को बलिया के पास हाथियों पर चढ़ाकर पार कर रहे हैं. പുള്ളി എന്ത് ചെയ്തു? പുള്ളി ഇങ്ങനെ ഒരു തെറ്റായ ഒരു ന്യൂസ് പ്രചരിപ്പിച്ചു. എന്താണ്? തൻ്റെ സേനയെ ആനയുടെ പുറത്ത് കയറ്റിയിട്ട് ആണ് ഗംഗ ക്രോസ് ചെയ്യാൻ പോകുന്നതെന്നൊരു ന്യൂസ് അങ്ങ് സ്പ്രെഡ് ചെയ്തു, മനഃപൂർവ്വം തന്നെ. फिर क्या था? अंग्रेज सेनापति डगलस बहुत बड़ी सेना लेकर बेलिया के निकट गंगा तट पर पहुंचा और कुंवर सिंह की प्रतीक्षा करने लगे.
അപ്പോൾ ബലിയ എന്ന് പറയുന്ന സ്ഥലത്ത് ആനയുടെ പുറത്ത് ഈ സൈനികരെ കയറ്റി വിടുമെന്നുള്ളൊരു ന്യൂസാണല്ലോ പുള്ളി സ്പ്രെഡ് ചെയ്യിച്ചത്. അത് അറിഞ്ഞ പാടെ എന്താണ് ഈ ഇംഗ്ലീഷുകാർ രഹസ്യമായിട്ട് അതറിഞ്ഞു ഇങ്ങനൊരു ന്യൂസ്. അപ്പോഴേ അവിടുത്തെ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷുകാരുടെ സേനാപതി ഡഗ്ലസ് എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ തൻ്റെ സേനയായിട്ട് ബലിയ എന്ന് പറയുന്നിടത്ത് ചെന്ന് ഗംഗാ തീരത്ത് ഇവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. കാര്യം അങ്ങനൊരു ന്യൂസ് അറിഞ്ഞല്ലോ. പക്ഷെ അത് ഈ ഇംഗ്ലീഷുകാരെ വഴിതെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുംവർ സിംഗ് ഉണ്ടാക്കിയൊരു ന്യൂസായിരുന്നു. कुंवर सिंह ने बलिया के 7 मील दूर शिवराजपुर नामक स्थान पर अपनी सेना को नावों से गंगा पार करा दिया. അപ്പോൾ ഈ ബലിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 7 മൈൽ ദൂരെ ശിവരാജ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എന്താണ് ഈ വള്ളത്തിൽ തൻ്റെ സേനയെ ഗംഗ ക്രോസ് ചെയ്യാൻ വിട്ടു. വള്ളത്തിൽ കയറ്റി വിട്ട് അവർ ഗംഗ ക്രോസ് ചെയ്തു. जब डगलस को इस घटना की सूचना मिली तो वह भागते हुए शिवराजपुर पहुंचा, पर कुंवर सिंह की तो पूरी सेना गंगा पार कर चुकी थी. അപ്പോൾ വീണ്ടും ഡഗ്ലസ് ഇങ്ങനെ ഈ ഇംഗ്ലീഷ് സേന കുംവർ സിംഗ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യം ഇവരെ ഒന്ന് പറ്റിച്ചെങ്കിലും പിന്നീട് ഇവർ ശിവരാജ്പൂരിൽ തൻ്റെ സേനയെ വള്ളത്തെ കയറ്റി വിട്ടത് ഈ ആരാണ് ഇംഗ്ലീഷുകാരറിഞ്ഞു. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് എന്തോ ചെയ്തു, ഇംഗ്ലീഷുകാരുടെ സേനാധിപതി ഡഗ്ലസ് പെട്ടെന്ന് തന്നെ തൻ്റെ സേനയും കൊണ്ട് ശിവരാജ്പൂരിലെത്തി. പക്ഷെ അവിടെ ചെന്നപ്പോഴെന്താണ്, കുംവർ സിംഗിൻ്റെ സേനയെല്ലാം ഗംഗ ക്രോസ് ചെയ്ത് പോയിരുന്നു. ഏക് അന്തിം നാവ് രഹ് ഗയി തീ ഔർ കുംവർ സിംഗ് ഉസി പർ സവാർ തേ. അപ്പോൾ ഇംഗ്ലീഷുകാർ അവിടെ എത്തിയപ്പോൾ അവസാനമായിട്ടൊരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വള്ളത്തിൽ കുംവർ സിംഗ് യാത്ര ചെയ്യുകയായിരുന്നു. അഗ്രി സേനാപതി ഡഗ്ലസ് കോ അച്ഛാ മൗക്ക മിൽ ഗയ. അപ്പം അത് ഇംഗ്ലീഷുകാരുടെ സേനാപതി ഡഗ്ലസിന് കിട്ടിയ നല്ലൊരു അവസരമായിരുന്നു. उसने गोलियां बरसाती आरंभ कर दी. तब कुंवर सिंह के बाएं हाथ की कलाई को भेदती हुई एक गोली निकल गई. അപ്പം ഡഗ്ലസിന് നല്ലൊരു അവസരം കിട്ടില്ല. പുള്ളി എന്തോ ചെയ്തു, പുള്ളി വെടിയുതിർക്കാൻ ആരംഭിച്ചു. ആ വെടിയേറ്റിട്ട് കുംവർ സിംഗിൻ്റെ ബായേ ഹാത്ത് ലെഫ്റ്റ് ഹാൻഡ് തുളച്ചുകൊണ്ട് ഒരു ഗോലി പുറത്തു വന്നു. അങ്ങനെ ആ ലെഫ്റ്റ് ഹാൻഡ് അങ്ങ് നല്ല പരിക്ക് പറ്റി. कुंवर सिंह को लगा कि अब हाथ तो बेकार हो ही गया और गोली का जहर भी फैलेगा. അപ്പോൾ കുംവർ സിംഗിന് കയ്യിൽ വെടികൊണ്ടപ്പോഴേ മനസ്സിലായി നല്ല രീതിയിൽ പരിക്ക് പറ്റിക്കഴിഞ്ഞു. അപ്പം ഇനിയും ഈ കയ്യിൽ ഈ മുറിവ് മൂലം വീണ്ടും കയ്യിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആവും. അപ്പോൾ കുംവർ സിംഗ് എന്ത് ചെയ്തു, ഉസി ക്ഷൺ ഉൻഹോനെ गंगा मैया की ओर भावपूर्ण नेत्रों से देखा और अपने बाएं हाथ को काटकर गंगा मैया को अर्पित कर दिया. ആ സമയത്ത് തന്നെ ഗംഗാ മാതാവിൻ്റെ, അതായത് നദിയൊക്കെ അന്ന് മാതാവിനെ പോലെ, ഇപ്പോഴും അതെ മാതാവിനെ പോലെയാണ് നമ്മുടെ ഇന്ത്യക്കാർ കരുതി പോരുതിരുന്നത്. അതിനോടൊരു വളരെ വിഷമത്തോടു കൂടി ഗംഗാ മാതാവിൻ്റെ നേരെ നോക്കിയ ശേഷം തൻ്റെ ഇടത്തെ കൈ വെട്ടിമാറ്റി ഗംഗാ നദിക്കങ്ങ് സമർപ്പിച്ചു. അപ്പോൾ ആ ഒരു ധൈര്യം നോക്കുക, അദ്ദേഹത്തിൻ്റെ ആ കയ്യിൽ അത്രയൊരു മുറിവ് പറ്റി, അത് കൂടുതൽ ഇതാകുന്നതിന് മുമ്പ് സ്വന്തം കൈ തന്നെ വെട്ടി ഗംഗയ്ക്ക് സമർപ്പിക്കാന്ന് വെച്ചാൽ അതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ധൈര്യം തന്നെയാണ്. കുംവർ സിംഗ് ने अपने ओजस्वी स्वर में कहा, हे गंगा मैया अपने प्यारे की यह अंकिचन भेंट स्वीकार करो. വളരെ ഓജസ്സോടുകൂടിയുള്ള സ്വരത്തോടുകൂടി കുംവർ സിംഗ് പറഞ്ഞു, ഗംഗാ മാതാ, എൻ്റെ ഈ അങ്കിച്ചൻ ഭേൻഡ് എന്ന് വെച്ചാൽ എൻ്റെ അൺമാർക്ക്ഡ് ഓഫറിങ്. അപ്പോൾ അങ്കിച്ചൻ എന്ന് വെച്ചാൽ അതിന് എണ്ണമില്ലാത്തത്, മാമൂലി, സാധാരണ, മഹത്വമില്ലാത്ത, അങ്ങനെ പല പല അർത്ഥമുണ്ട്. അപ്പം എൻ്റെ ഈ അൺമാർക്ക്ഡ് ഓഫറിങ് ദയവ് ചെയ്ത് സ്വീകരിച്ചാലും, വളരെ മാമൂലി, വളരെ സാധാരണമായ എൻ്റെ ഈ ഒരു സാധാരണ രീതിയിലുള്ള എൻ്റെ ഈ ഒരു ഓഫറിങ് അമ്മ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാമാതാവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൈ, തൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഗംഗാ നദിക്ക് സമർപ്പിച്ചു. वीर कुंवर सिंह ने ब्रिटिश हुकूमत के साथ लोहा तो लिया ही, उन्होंने अनेक सामाजिक कार्य भी किए. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ലോഹലേന എന്ന് വെച്ചാൽ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുള്ളി ഒരുപാട് സോഷ്യൽ സർവീസും ചെയ്യുമായിരുന്നു. സാമാജിക് കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ സർവീസ്, അതായത് പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സർവീസ്. आरा जिला स्कूल के लिए ज़मीन दान में दी, जिस पर स्कूल के भवन का निर्माण किया गया. അപ്പോൾ
കുംവർ സിംഗ് ആര ജില്ലയിലെ സ്കൂളിന് വേണ്ടി തൻ്റെ സ്ഥലം വിട്ടുകൊടുത്തു. അവിടെയാണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. कहा जाता है कि उनकी आर्थिक स्थिति बहुत अच्छी नहीं थी, फिर भी वे निर्धन व्यक्तियों की सहायता करते थे. ആർത്തിക് സ്ഥിതി എന്ന് വെച്ചാൽ എക്കണോമിക് കണ്ടീഷൻ. അപ്പം കുംവർ സിംഗിൻ്റെ എക്കണോമിക് കണ്ടീഷൻ വളരെ ബാഡായിരുന്നു. എന്നിട്ട് പോലും പുള്ളി നിർധനരായ വ്യക്തികളെ ഒരുപാട് സഹായിക്കുമായിരുന്നു. ഉൻഹോനെ അപ്നെ ഇലാഖയെയും അനേക് സുവിധായെയും പ്രദാൻ കീത്തി. അപ്പോൾ തൻ്റെ ഏരിയയിൽ ഒരുപാട് സൗകര്യങ്ങളൊക്കെ കുംവർ സിംഗ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ചെയ്തിരുന്നു. ഉന്മേ സെ ഏക് ഹെ ആരാ ജഗദീഷ്പൂർ സഡക് ഔർ ആരാ ബലിയ സഡക് കാ നിർമ്മാൺ. സഡക് എന്ന് വെച്ചാൽ റോഡ്. അപ്പോൾ അതിൽ ഒന്നാണെന്ത് ആരാ ജഗദീഷ്പൂർ റോഡും ആരാ ബലിയ റോഡും. അതെല്ലാം കുംവർ സിംഗ് തൻ്റെ സ്വന്തം പൈസയ്ക്ക് നിർമ്മിച്ച റോഡാണ്. उस समय जल की पूर्ति के लिए लोग कुएं खुदवाते थे और तालाब बनवाते थे. അപ്പോൾ ആ സമയത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ കിണർ കുഴിക്കുകയും പോണ്ട് കുഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു വെള്ളം എടുത്തിരുന്നത്. വീർ കുൻവർ സിംഗിനെ അനേക് കുവേ കുദ്വായെ ഔർ ജലാശയ ബി ബനായെ. അപ്പോൾ ആളുകളുടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കുൻവർ സിംഗ് ഒരുപാട് കിണറുകൾ കുഴിക്കുകയും ജലാശയങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു. കുംവർ സിംഗ് ഉദാർ ഏവം അത്യന്ത സംവേദനശീൽ വ്യക്തിത്വം. കുംവർ സിംഗ് വളരെ ഉദാരമതിയും സംവേദനശീൽ എന്ന് വെച്ചാൽ സെൻസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇബ്രാഹിം ഖാൻ और കിഫായത്ത് ഹുസൈൻ ഉൻകി സേന മേ ഉച്ച് പദോं पर ആസീൻ थे. ഇബ്രാഹിം ഖായും കിഫായത്ത് ഹുസൈൻ എന്നീ വ്യക്തികളൊക്കെ പുള്ളിയുടെ സേനയിൽ ഉന്നതമായ പദവി അലങ്കരിച്ചിരുന്നവരാണ്. ഉൻകെ യഹാ ഹിന്ദുവും और മുസൽമാനോं के സബി त्योहार एक साथ मिलकर മനായ ജാത്തെ. അപ്പോൾ പുള്ളിയുടെ ഏരിയയിലെ ഹിന്ദുക്കളുടെയും മുസൽമാൻ്റെയും എല്ലാം ആഘോഷങ്ങൾ ഒരുമിച്ചായിരുന്നു ആഘോഷിച്ചിരുന്നത്. ഉൻഹോനെ പാഠശാലയും और മക്തബ് ഭി ബനായി. പുള്ളി പാഠശാലകളും മക്തബുകളും എല്ലാം ഉണ്ടാക്കി. മക്തബ് എന്ന് വെച്ചാൽ മദ്രസകൾ. बाबू कुंवर सिंह की लोकप्रियता इतनी थी कि बिहार की कई लोक भाषाओं में उनकी प्रशस्ति लोकगीतों के रूप में आज भी गाई जाती है. അപ്പം ബീഹാറിൽ ഈ കുംവർ സിംഗിന് ഭയങ്കര പ്രശസ്തിയും ഭയങ്കര ബഹുമാനവും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണെന്ത് പുള്ളിയെക്കുറിച്ച് ഉള്ള നാടൻ പാട്ടുകൾ, ലോകഗീതം എന്ന് വെച്ചാൽ നാടൻ പാട്ടുകൾ അവിടെ ഇപ്പോഴും ആളുകൾ പാടി നടക്കുന്നുണ്ട്. बिहार के प्रसिद्ध कवि मनोरंजन प्रसाद सिंह ने उनकी वीरता और शौर्य का वर्णन करते हुए लिखा है. അപ്പോൾ ബീഹാറിലെ പ്രസിദ്ധനായ ഒരു കവിയാണ് മനോരഞ്ജൻ പ്രസാദ് സിംഗ്. അപ്പോൾ പുള്ളി ഈ കുംവർ സിംഗിൻ്റെ വീരതയെ വർണ്ണിച്ചുകൊണ്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയാണ് നമുക്കൊന്ന് വായിക്കാം. ചലാ ഗയാ യോ കുംവർ അമർപൂർ സാഹസ് സേ സബ് ആരിദൽ ജീത് उसका चित्र देखकर अब भी दुश्मन होते हैं भयभीत. वीर प्रसविनी भूमि धन्य वीर वह धन्य अतीत. गाते थे और गावेंगे हम हरदम उसकी जय का गीत. स्वतंत्रता का सैनिक था, आज़ादी का दीवाना था. सब कहते हैं कुंवर सिंह भी बड़ा वीर मर्दाना था.